ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, അതോടൊപ്പം ലൈക്ക് ചെയ്യുക. മാത്രമല്ല നമ്മുടെ ചാനലിലെ ഓരോ വീഡിയോസും മുഴുവനായി കാണാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഓരോ ജോബിനെ കുറിച്ചുള്ള വ്യക്തമായ ഡീറ്റെയിൽസ് ലഭിക്കൂ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള ജോബ് വേക്കൻസീസ് നോക്കുകയാണെങ്കിൽ അധ്യാപക ഒഴിവാണ്. ഗവൺമെൻറ് ലോ കോളേജ് തിരുവനന്തപുരത്താണ് വന്നിരിക്കുന്നത്. ഗവൺമെൻറ് ലോ കോളേജിൽ നിയമവിഷയത്തിൽ 2 ഗസ്റ്റ് അധ്യാപക ഒഴിവാണ് പറഞ്ഞിരിക്കുന്നത്. ജൂലൈ 19 അഭിമുഖം നടക്കുന്നത് 10:30. കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് കൊല്ലം ഡെപ്യൂട്ടി ഡയറക്ടറേറ്റിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള UGC നിഷ്കർഷിച്ചിട്ടുള്ള യോഗ്യതക്കാർക്ക് പങ്കെടുക്കാം. അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഓഫീസിൽ ഹാജരാകണമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അടുത്ത് വന്നിട്ടുള്ള ജോബ് വേക്കൻസീസ് എന്ന് പറയുമ്പോൾ കോളേജ് ഓഫ് ഫൈൻ ആർട്സ് തിരുവനന്തപുരത്താണ്. അപ്പോൾ കോളേജ് ഓഫ് ഫൈൻ ആർട്സിൽ പെയിൻറ്റിംഗ് വിഭാഗത്തിൽ ലെക്ചറർ ഒഴിവാണ്. താൽക്കാലിക നിയമനമാണ് നടക്കുന്നത്. അഭിമുഖം ജൂലൈ 22 10:30. അടുത്ത് വന്നിരിക്കുന്ന ജോബ് വേക്കൻസി എന്ന് പറയുമ്പോൾ എറണാകുളത്ത് കേരള മീഡിയ അക്കാദമി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ ജേർണലിസം ആൻഡ് കമ്മ്യൂണിക്കേഷൻ ലെക്ചറർ തസ്തികയിൽ കരാർ നിയമനമാണ്. ജേർണലിസത്തിൽ PG അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തിൽ PG ആണ് അവർ പറഞ്ഞിരിക്കുന്നത്. പ്രായപരിധി 40 അർഹതപ്പെട്ടവർക്ക് ഇളവ് ലഭിക്കുന്നതാണ്. അപ്പോൾ ജൂലൈ 31 വരെയാണ് ഇതിന് അപേക്ഷിക്കേണ്ടത്. ഇതിൻ്റെ അസൽ സർട്ടിഫിക്കറ്റുകൾ ആയിട്ട് സെക്രട്ടറി കേരള മീഡിയ അക്കാദമി കാക്കനാട് കൊച്ചി 30 വിലാസത്തിൽ അയക്കേണ്ടതാണ്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഫോൺ നമ്പറുമായി ബന്ധപ്പെടുക. അടുത്ത് വന്നിട്ടുള്ള ജോബ് വേക്കൻസി എന്ന് പറയുമ്പോൾ മലപ്പുറത്താണ്. മലപ്പുറം പെരിന്തൽമണ്ണ ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിൽ ഇലക്ട്രോണിക് വിഭാഗത്തിൽ ഡെമോൺസ്ട്രേറ്റർ മെക്കാനിക്കൽ വിഭാഗത്തിൽ ട്രേഡ്സ്മാൻ ഒഴിവാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ജൂലൈ 18 10 അഭിമുഖം നടക്കുന്നതാണ്. അസൽ സർട്ടിഫിക്കറ്റുകളുമായി എത്തിച്ചേരണമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ യോഗ്യത നോക്കുകയാണെങ്കിൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമയുള്ളവർക്കാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അടുത്ത് വന്നിരിക്കുന്ന ഒഴിവെന്ന് പറയുമ്പോൾ വയനാടാണ്. വയനാട് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് വിഷയത്തിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഒഴിവ്. താൽക്കാലിക നിയമനമാണ്. MTech ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാം. അതോടൊപ്പം തന്നെ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ജൂലൈ 17 10 ഓഫീസിൽ ഹാജരാക്കണമെന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ യോഗ്യരായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അതത് സമയം കറക്റ്റ് ഡേറ്റിനനുസരിച്ച് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക.